ട്രംപിന്റെ താരിഫ് യുദ്ധം അത് വലിയ ചർച്ചയായ സംഭവമാണല്ലോ. ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് വിചാരിക്കുന്നു ഇന്ത്യയെ തകർക്കാം, ഇന്ത്യയുടെ വ്യാപാര വിപണിയെ തകർക്കാം, അതോടുകൂടി ഇന്ത്യ ഒരു വലിയ ശക്തിയായി ഉയരുന്നത് ഇല്ലാതാക്കാൻ ശ്രമിക്കാം, കഴിയുമെന്നൊക്കെയാണ് ട്രംപിന്റെ വിചാരം. അപ്പൊ എന്താണ് ഈ താരിഫ് എന്നുള്ള ഒരു ചോദ്യം പലരും ചോദിക്കും. ചിലർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കാം. എന്താണ് ഈ താരിഫ് എന്ന് നമുക്ക് നോക്കാം. ട്രംപ്, അതായത് അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ട്രംപ് ആണല്ലോ, ഇന്ത്യ അവരുടെ കാർഷിക വിപണി തുറക്കണമെന്ന് ആഗ്രഹിച്ചു. അതായത് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ GM, അതായത് വിത്തുകൾ, ഹോർമോണുകൾ അടങ്ങിയ പാൽ, സംസ്കരിച്ച മാംസം എന്നിവ വിൽക്കണം. ഇന്ത്യ അത് നിരസിച്ചു. കാരണം അത് കർഷകർക്കും തദ്ദേശീയ ബ്രാൻഡുകൾക്കും ആരോഗ്യത്തിനും ദോഷം ചെയ്യും. ട്രംപ് പകരമായി ഇന്ത്യയിൽ 25% നികുതി ചുമത്തി. ഇതിനെ താരിഫ് യുദ്ധം എന്ന് വിളിക്കുന്നു. മോദി സർക്കാർ എന്താണ് ഇതിൽ ചെയ്തത്? അമേരിക്കയിൽ നിന്നുള്ള സമ്മർദ്ദം മോദി നിരസിച്ചു. എന്നിട്ട് പറഞ്ഞു, GM ഭക്ഷണം ഇവിടെ പ്രവർത്തിക്കില്ല. കർഷകരുടെയും ഉപഭോക്താക്കളുടെയും സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയുടെ നയം തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇന്ത്യ തന്നെയാണ്. അമേരിക്കയെ കൃഷിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചാലോ? അതൊരു ചോദ്യം തന്നെയാണ്. കർഷകർക്ക് എന്താണ് അതുകൊണ്ടുള്ള ദോഷം എന്ന് നോക്കാം. എല്ലാ വർഷവും വില കൂടിയ വിദേശ വിത്തുകൾ വാങ്ങേണ്ടി വരും. വിത്തുകൾ സൂക്ഷിക്കുന്നത് നിർത്തുക. വിദേശ കമ്പനികൾ കൃഷിയുടെ നിയന്ത്രണം ഏറ്റെടുക്കും. എന്ത് വിതയ്ക്കണം, ഏത് വിലയ്ക്ക് വിൽക്കണം, എന്ത് വിലയ്ക്ക് അത് കൊയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കർഷകരല്ല, കമ്പനികളാണ്. ഇനി പൊതുജനങ്ങൾക്ക് വേണ്ടി GM ഭക്ഷണം, ഹോർമോണുകൾ, ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ, ആരോഗ്യത്തിന് ഇവയൊക്കെ ഹാനികരമാണ്. തുടക്കത്തിൽ വില കുറവാണ്, പിന്നീട് വളരെ ഉയർന്നതാണ്. പ്രാദേശിക കമ്പനികൾ ഇത് പൂർത്തിയാകുമ്പോൾ പരമ്പരാഗത ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഭക്ഷണം എന്നിവ ക്രമേണ അപ്രത്യക്ഷമാകും. ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ മോദിയെ പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, വിദേശ കമ്പനികളുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങുന്നില്ല. ട്രംപ് 25% നികുതി ഏർപ്പെടുത്തി. എന്നിട്ടും ഇന്ത്യ അതിന്റെ നയത്തിൽ മാറ്റം വരുത്തിയില്ല. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും കർഷക സ്വാതന്ത്ര്യത്തിന്റെയും അടിവേരാണ്. ഈ അമൂൽ പോലുള്ള പ്രാദേശിക ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങുക, വിദേശ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, ട്രംപ് ബ്രാൻഡുള്ള പദ്ധതികൾ നിക്ഷേപിക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. കർഷക വിത്ത് സ്വരാജ് പിന്തുണയ്ക്കുക, തദ്ദേശീയ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകാൻ നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തുക. ഇതൊരു പോരാട്ടമാണ്. അതായത് അമേരിക്കയും നമ്മളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയോടൊപ്പം നിന്നേ മതിയാകൂ എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നമുക്ക് ഓരോ 25% താരിഫും 50% താരിഫ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ, നമ്മുടെ ഭക്ഷ്യോൽപാദന മേഖലയിലൊക്കെ ട്രംപ് വലിയ രീതിയിലുള്ള താരിഫൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പാകിസ്ഥാനെ, ബംഗ്ലാദേശിനെ രക്ഷിച്ചുകൊണ്ട് ഇന്ത്യ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ട്രംപിന്. പ്രത്യേകിച്ച് നൊബേൽ സമ്മാനമൊക്കെ മുന്നിൽ കാണുന്ന ട്രംപിനെ ഒരിക്കലും നൊബേൽ സമ്മാനത്തിനൊന്നും ഇന്ത്യ ട്രംപിനെ പിന്തുണയ്ക്കില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. പാകിസ്ഥാന്റെ പിന്തുണ, കൊളംബിയ പോലുള്ള ചില രാജ്യങ്ങളുടെ പിന്തുണയൊക്കെ മാത്രമേ ട്രംപിന് കിട്ടൂ. അതായത് ഈ അമേരിക്കയ്ക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്ന ചില രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ മാത്രമേ ട്രംപിന് കിട്ടൂ. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വമാണ്. നമ്മളിവിടെ ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചല്ല, ഒരു പ്രശ്നം വന്നാൽ രാജ്യത്തെ നാണം കെടുക്കുന്ന നിലപാട് മാത്രമേ രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ഇന്ത്യക്കെതിരെ സംസാരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നമുക്ക് ഇന്ത്യക്കാരൻ എന്ന് കണക്കാക്കാൻ കഴിയില്ല. അദ്ദേഹം ഇന്ത്യക്കാരനാണോ ബ്രിട്ടീഷുകാരനാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള എല്ലാവരും, അതിപ്പോ കോൺഗ്രസിലുള്ളവരായാലും, കമ്മ്യൂണിസ്റ്റ് ഉള്ളവരായാലും, BJP ഉള്ളവരായാലും, സമാജ്വാദ് പാർട്ടിയിലുള്ളവരായാലും, തൃണമൂൽ കോൺഗ്രസിലുള്ളവരാണ്, ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഇന്ത്യക്കൊരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണെന്ന് കണ്ട് മനസ്സിലാക്കി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും. ട്രംപ് താരിഫ് യുദ്ധവുമായി വന്നപ്പോൾ മോദി പേടിച്ച് വിറച്ചുകൊണ്ട് ട്രംപിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള നിലപാട് മോദി സ്വീകരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആ നിലപാടുകളൊന്നുമല്ല ഇന്ത്യ എടുത്തത്. ഞങ്ങൾ ഒരിക്കലും ഈ താരിഫ് അംഗീകരിക്കില്ല, മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് താരിഫ് അംഗീകരിക്കില്ല എന്നല്ല, അതിന് സമയം തന്നിട്ടുണ്ട്. അങ്ങനെ ട്രംപ് കടുപ്പിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിറ്റെക്സ് പോലുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് 1000 കോടി നിക്ഷേപവുമായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ട്രംപ് അത്തരത്തിലൊരു നീക്കം നടത്തുകയാണ് എങ്കിൽ മറ്റ് വിപണികൾ ഇന്ത്യ തേടും. ആ വിപണികളിൽ എങ്ങനെ ഫലപ്രദമായി നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള
കൂടുതൽ കാര്യങ്ങൾ അവിടെ സംസാര വിഷയമാകും. അതിന്റെ ബദൽ, അതായത് അമേരിക്കൻ വിപണി അല്ലാതെ മറ്റ് ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പൊ ചൈനയിലും റഷ്യയിലും മറ്റു രാജ്യങ്ങളിലും, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലും ഒക്കെ എത്രത്തോളം ഇന്ത്യക്ക് വിപണി ഉണ്ടാക്കാൻ കഴിയും, അവിടെയൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കാൻ കഴിയും, അങ്ങനെ കാര്യങ്ങളൊക്കെ ബദലായി ഇന്ത്യ അന്വേഷിക്കും. ആ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് 21 ദിവസത്തെ സമയമാണ് ട്രംപ് തന്നിരിക്കുന്നത്. ഈ 21 ദിവസത്തിനകത്ത് നമ്മുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ട്രംപ് ഒരുപക്ഷെ തീരുമാനം മാറ്റാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ അമേരിക്കൻ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ട്രംപിനെതിരെ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ട്രംപിനോട് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്നത്, മര്യാദയ്ക്ക് തിന്ന് ജീവിച്ചുകൊണ്ടിരുന്ന, മര്യാദയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങളാണ്, ഞങ്ങളെ ഇപ്പോൾ വലിയ കടത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടിറക്കുന്നത്, വിലകൾ പലതിനും കുതിച്ചുയരുന്നു, ഓണം പോലും ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്കക്കാർ എന്നുള്ള അമേരിക്ക മലയാളികൾ അടക്കമുള്ളവർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോ എല്ലാ ഭാഗത്തു നിന്നും ട്രംപിന് വലിയ തിരിച്ചടി കിട്ടുന്നു. മാത്രമല്ല ട്രംപ് ഇത്തരത്തിലുള്ള ഒരു താരിഫ് ഉയർത്തിയതോടെ ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ട് വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇത് ട്രംപിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ട്രംപിന് ഇനി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ട്രംപ് തീർച്ചയായിട്ടും ഈ താരിഫ് പിൻവലിക്കാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ. കാരണം അത്രത്തോളം സമ്മർദ്ദം അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റൈൽസ് രംഗത്തായാലും ഭക്ഷ്യോൽപാദന രംഗത്തായാലും നിരവധി സാധനങ്ങൾ ഇന്ത്യ അമേരിക്കയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോ ഇപ്പോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ താരിഫ് ബ്രസീലിനും ചൈനയ്ക്കും ഇന്ത്യക്കുമാണ് ഏറ്റവും കൂടുതൽ താരിഫ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി വലിയ രീതിയിൽ പ്രശ്നങ്ങളായാൽ അല്ലെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയാൽ ഇന്ത്യ തീർച്ചയായിട്ടും 140 കോടി ജനമുള്ള ചൈനയും 148 കോടി ജനമുള്ള ഇന്ത്യയും കൂടി ഒരുമിച്ച് നിന്നാൽ 29 കോടി ജനമുള്ള അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഏതോ ഒരു തമാശയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. 500 രൂപയ്ക്ക് എണ്ണ വാങ്ങിയിട്ട് 10 രൂപയ്ക്കുള്ള പപ്പടം കാച്ചുന്ന നമ്മളോടാണോ ട്രംപേ നിന്റെ ഈ താരിഫ് യുദ്ധവും കൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. ട്രംപ് മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അതായത് ട്രംപ് വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം ട്രംപിന്റെ അടിമകളായി നിൽക്കണം, അമേരിക്കയുടെ അടിമകളായി നിൽക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ, ഇന്ത്യയൊക്കെ വലിയ രീതിയിൽ വികസിച്ചു മാറി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറി, പ്രതിരോധ മേഖല മാറി, നമ്മുടെ പല രാജ്യങ്ങളിൽ നമ്മുടേതിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. പണ്ട് അമേരിക്കയിൽ നിന്ന് മാത്രം ആയുധങ്ങൾ വാങ്ങിക്കൊടുത്ത, റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൊടുത്ത രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ അടക്കം വാങ്ങാനായി ഏകദേശം 18ഓളം രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ വല്ലാത്ത രീതിയിൽ വളരുകയാണ്. ഈ വളർച്ച കണ്ടിട്ട് അസൂയ മൂത്താണ്. ട്രംപിന് ഈഗോ പ്രശ്നങ്ങളുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യക്ക് പണം നൽകി സഹായിക്കുന്നത്, എണ്ണ വാങ്ങിക്കൊണ്ട് പണം നൽകി സഹായിക്കുന്നത് ഇന്ത്യ ആണെന്നും അതുകൊണ്ട് ഇന്ത്യക്ക് താരിഫ് ഏർപ്പെടുത്തണം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊന്നും ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കുമെന്നുള്ളതാണ്. ആരുടെയും മുന്നിൽ ഭയപ്പെടില്ല, നട്ടൽ വളയ്ക്കുകയുമില്ല. ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളൊന്നും നമ്മളോട് വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം.